നിന്റെ അമ്മയ്ക്ക് മാങ്ങിയ മസാല ദോശ വേണമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചു കൊടു കടയിന്ന്. അല്ല എനിക്കിത് കഴിവുള്ള സൂര്യബോസ് ഇരിക്കണേ അണ്ണനുണ്ടാ? അല്ല 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 ഇതെന്റെ ഇനി നിന്റെ ഒരു വിശ്വാസം അനുസരിച്ച് അലീനയുടെ വയറ്റിലുള്ളത് നിന്റെ കൊച്ചാണെന്നുണ്ടെങ്കിൽ വിശ്വാസമല്ല അവന്റെ കൊച്ചച്ഛൻ കൊച്ചച്ഛന്റെ മോൻ പെണ്ണുമുള്ള പെണ്ണുമുള്ളയുടെ என்னடா டிரைவிங் என்னடா இந்த மாதிரி டிரைவ் பண்ற வண்டி நேரா ஓட்டி கரோடா சூர்யா சூர்யா அந்த வண்டி எடுத்து வண்டி இப்ப தர ஓகே வேண்டாம் டேய் சூர்யா டேய் ஒரு வண்டி எடுத்தா സോയ എടുക്കണല്ലേ എവിടാ? കാത്തി ഉണ്ടോ നോക്കാനാ? കാത്തിയാ? ആ മറ്റേ കൊച്ചല്ലേ നോക്കട്ടെ. ചന്ദ്രു ആ വണ്ടിയുടെ ഗ്യാമോസ് പോവാം. ആ പോവാം പോ. ആ ഏതേലും അടിക്ക ആ എന്റെ നിപ്പാട്ട് അല്ലേ തക്കാളി என்ன வண்டியா? அப்பா வந்து ஒரு விஷயம் சொல்லணும்ப்பா. அப்பா இன்னைக்கு ஒரு பிரச்சனை ஆயிடுச்சுப்பா, சிறிய பிரச்சனை. என்ன? அது ஃபேமிலி மேட்டர்ப்பா, ஓப்பனா இங்க சொல்ல முடியாது. இங்க வா, என்ன பிரச்சனைன்னு சொல்லு. அப்ப നമ്മളൊക്കെ അധികം പറ്റാന്ന് പറയണേ. ഈ വണ്ടി ഓടത്തില്ല, ഇത് വണ്ടി ഓടത്തില്ല. ഞാൻ ചെറുക്കന്റെ പ്രശ്നം കേട്ടു കേട്ടെ. ആ വാ ഡീപ്പ് വാ 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 വാ. என்ன பிரச்சனை? என்ன சொன்னே சொல்லு. ஆருக்கு? அம்மாக்கு ஃபுல்ல வாமிட். வாமிட் வயிறு வலிக்குதுப்பா. அப்புறம் என்ன ചോദിക്കണേ എനിക്ക് അമ്മയ്ക്ക് വേറെ അവള് വല്ല വാരി വലിച്ച് കഴിച്ചിട്ട് വല്ല വയറിളക്കമായിരിക്കും. ശരിയാവത് ഗ്യാസിന്റെ. ഹലോ പ്രിയല്ല, ഇങ്ങോട്ട് വാ സൂര്യ. ബ്രോ ഒരു കാര്യം സംസാരിക്കാം ബ്രോ, ഇപ്പൊ വരാം ബ്രോ. ഫോട്ടോ என்ன கிட்டத்தட்ட ஒரு 10 டைம்ஸ் வாமிட் பண்ணாங்க. அதுக்கப்புறம் என்கிட்ட ചോദിக்கிறாங்க மாங்காய் எனக்கு மாங்காய் കഴിക്കണം போல இருக்கு, அப்புறம் மசாலா தோசை കഴിക്കണം போல இருக்கு. നിന്റെ അമ്മയ്ക്ക് മാങ്ങിയ മസാല ദോശ വേണമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചു കൊടു കടയിന്ന്. ഞാൻ ഇനി വരണോ വാങ്ങിച്ചു കൊടുക്കാൻ? അല്ലപ്പാ, അമ്മക്ക് வந்து ரொம்ப வயிறு வேதனை, எந்த டாக்டரும் நோக்க மாட்டேங்குது. சன்னி குருவலாட்ட வந்து ஏதோ அப்பாயின்மெண்ட் வாங்கியிருக்கான். அம்மாக்கு ரொம்ப ரொம்ப டயர்டா உண்டுன்னு சொல்லி அம்மா. ആണോ? என்னப்பா അത് വയറുവേദന ആയിരിക്കൂടാ. അതിന് വയറുവേദന എന്നല്ല നിന്റെ അമ്മ പറഞ്ഞു. വയറുവേദന എനിക്കും അറിയാം. ഞാനൊരു ഡോക്ടറാ. ഞാൻ ദിവസം പഠിച്ചേ. அம்மா பாவம்ப்பா, ஏதோ சொல்லி ஏதோ சரி பண்ணி விடுப்பா அம்மாவை. ஏதோ நல்ல டாக்டரை நோக்கணும்ப்பா. அதாவது இன்னைக்கு இல்ல நாளைக்கு அம்மா இன்னைக்கு வருமானம் இல்ல, நாளை போய் നോക്കാംപ്പാ நல்ல டாக்டர். പിന്നെ നിന്റെ അമ്മയെ ആശുപത്രി കൊണ്ട് എന്റെ പണി. എനിക്ക് വേറെ പണിയുണ്ട്. കൊട്ടേഷനുള്ള നാളെ 5-6 പേരെ കൊന്നു കളയുള്ളതാണ്. കുറച്ച് തിരക്കാം. ഇവിടെ അമ്മ എവിടെ നിന്റെ? அம்மாக்கு பெட்ரோல் ஸ்மெல்லே ஒத்துக்கல. பெட்ரோல் ஸ்மெல் கூட ரொம்ப வயிறு வையன்னு பரையறாங்க. പെട്രോൾ സ്മെല്ല്? அம்மாக்கு பெட்ரோல் ஸ்மெல் கூட ஒத்துக்கலப்பா. ഒത്തുക്കലെന്ന് പറഞ്ഞാൽ പെട്രോളിന് ആരും പിന്നെ പെട്രോൾ അവൾ കുടിക്കുന്നത്. പെട്രോളിന്റെ മണം ഇഷ്ടപ്പെടില്ല. വണ്ടിയിൽ എടുത്ത് ഊത്തുമ്പോൾ അമ്മക്ക് ரொம்ப വാമിറ്റ് ഓവറായി. അത് പെട്രോളിന്റെ മണം ചിലർക്ക് ഇഷ്ടപ്പെടും. നീ എന്തോടാ പറയണേ? அப்பா இத்தனை தடவை அது போல இல்லப்பா, பெட்ரோல் மனம் எனக்கு ரொம்ப பிடிச்சிருக்குன்னு പറയാ அம்மா. இப்ப அது போல இல்ல, ரொம்ப வைய, எனக்கு டயர்டா உண்டு, எனக்கு மாங்காய் കഴിക്കണം போல உண்டு, அதுக்கப்புறம் எனக்கு மசாலா தோசை കഴിക്കണം போல உண்டு, அப்படி இப்படின்னு പറയുப்பா அம்மா. டயர்டா உண்டு, எனக்கு வாமிட் வந்துட்டே இருக்கு എന്ന് പറഞ്ഞേ? ഇന്ന് ഞാൻ നോക്കുമ്പോൾ പറഞ്ഞിരമ്മ. ഒരു സെക്കൻഡ്. എടാ വില്ലുമോനെ ഒരു കാര്യം ഇങ്ങോട്ടാ. അതെ പാച്ചൂസ് എന്ന് വന്നേ. പാച്ചൂസ് ഒന്ന് വന്നേ.
ആര് വിളിക്കുന്നു നീകന്റെ ഗ്യാങ്സിന് മുന്നിൽ തിരക്കിയിപ്പുണ്ട്. ഞാൻ ഇവിടെ മൂക്കിലുണ്ടെന്ന് പറയാം. അതെ, അലീനക്ക് ഭയങ്കര വയറുവേദന. ഒരു സെക്കൻഡ്. ഹലോ എടാ, ഗ്യാങ്സിലല്ലേ, സോറി, ഞാൻ മുതുക്കില് അലീനക്ക് ഭയങ്കര വയറുവേദന. അതെന്തൊരു വയറുവേദന? അതാ വയറുവേദന. സൂര്യ എടുത്ത് മാങ്ങയൊക്കെ ഉണ്ടാന്ന് ചോദിച്ചെന്ന്, മസാല ദോശ കഴിക്കാൻ ചോദിച്ചെന്നൊക്കെ സൂര്യ പറയുന്നു. അത് എന്ത് തരം വയറ് എന്തായിരിക്കും? എന്തേലും ഒപ്പിച്ചിട്ടുണ്ടോ? എന്റെ അടുത്ത് വെച്ച് ഞാൻ എങ്ങനെ അറിയാനാ? പറയുന്നേ? അല്ല, എന്താണ് ഈ പറയുന്നേ? പച്ചമാങ്ങയൊക്കെ ചോദിച്ച സ്ഥിതിക്ക് ചന്ദ്ര ഒരു അല്ല, പച്ചമാങ്ങ ഒരു മനുഷ്യൻ ഇപ്പൊ എനിക്ക് പഴുത്ത മാങ്ങ കഴിക്കാൻ കൊതി തോന്നണം. ഇപ്പൊ സത്യം പറഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അച്ചം പൊച്ചം കടിച്ചു കഴിക്കും. മനസ്സിലായില്ലേ? അതിനർത്ഥം വേറെന്തെങ്കിലും എന്നാണെന്നാണ്. അത് കണക്കാണല്ലോ പച്ചദോശ പച്ചമാങ്ങയും മസാല ദോശയൊക്കെ. അത് ഇത്തിരി പ്രശ്നമാണ് ചന്ദ്രു. ചന്ദ്രു ആലോചിച്ച് നോക്കിയ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ചന്ദ്രു അല്ലേച്ചിയും കൂടെ എവിടെയെങ്കിലും പോയായിരുന്നോ ഈ ഇടയ്ക്ക്? ഇല്ല, അവളെനിക്ക് കണ്ണെടുത്ത കണ്ടൂടല്ലോ. അപ്പൊ പേടിക്കണം ചന്ദ്രന്റെ അല്ല ചന്ദ്രന്റെ അടുത്ത് പോയോ എവിടെയെങ്കിലും? അല്ല, അങ്ങനൊന്നുമില്ല. ഞാൻ അവരോട് പല സ്ഥലത്ത് പോറുണ്ട്. പിന്നെ എല്ലാം കണ്ട എല്ലായിടത്തും പറയാൻ പറ്റുമോ എവിടെയൊക്കെ പോയെന്ന്? ശരിയാ ചന്ദ്രു, എന്റെ കേട്ടിടത്തോളം ഒരു സൂര്യബോസ് 2.0 വരുന്നെന്നാണ് എന്റെ ഒരു അറിവ്. അമ്മയുടെ നാളെ പോട്ടെ. ഈനോ ഇത് ഈനോ എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട്, ഗ്യാസിന്റെ ആണ്. അത് ഇത് ഒരു വെള്ളത്തിൽ അത് കഴിക്കാൻ തോന്നുന്നു ചിലർക്കൊക്കെ. എങ്ങനെയാണ് ചിലർക്ക് അവരെ പിന്നെ എന്തിന് ഞാൻ വെച്ചല്ലേ? അല്ല, പാച്ചസിന് പച്ചമാങ്ങ കഴിക്കാൻ തോന്നാറുണ്ട് അങ്ങനെ ഇടക്കിടക്ക്? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. ഇല്ല, തോന്നില്ല. എടാ, വണ്ടി എടുത്ത് സൂര്യ, വണ്ടി എടുത്ത നീ നമ്മളെ ആശുപത്രി കൊണ്ടാളാ. സൂര്യ ഉന്നോട് അപ്പക്കല്ല എന്ത്? എടി, ആദ്യം നീ വില്ലുമനെ കഴിവുണ്ടാ നോക്കടി. അതുകൊണ്ടല്ലോ നീ ഇതിന്റെ പച്ചമാങ്ങ കഴിക്കാൻ നടക്കണം. ഏട്ടടി, നീ പോയിട്ട് ആദ്യം അവരുണ്ടാന്ന് ചോദിച്ചു ആദ്യം. ഓടി നമ്മളെ വണ്ടി ഇടിച്ച് കയറ്റി ഇറക്കത്തുന്ന അവളെ. പോട്ടെ പച്ചേ മാറേ നീ യൂഫോ തന്നെയാ കണ്ട ആര്യവനൊക്കെ കൊറേ ഇറങ്ങിക്കോളും. ഏലിയനും അണ്ണാമ്പണ്ണി മരപ്പട്ടി വേട്ടാവളിയൻ. അണ്ണാ എന്തിനാണ് അങ്ങനെ പറഞ്ഞ? ഞാൻ അല്ലല്ല അണ്ണാ, അവന്മാര് എന്തിനു വലിച്ചാലും ഇവ സംസാരിക്കാത്ത സിറ്റുവേഷനിൽ അവന്മാർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഇല്ല, അത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു. അത് അവൻ പറഞ്ഞ് എന്നാ ആരെങ്കിലും കൂടെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അത് അവരുടെ അടുത്ത് പറഞ്ഞു. നമ്മള് കാണാതെ പോകുന്നൊരു സംഭവമാണ് ഈ വണ്ടിയിൽ ഇപ്പോഴും ഒരു ഇരിപ്പുണ്ട്. അവന്റെ ആ ഒരു അല്ല, അവ ഇറങ്ങൂല, അവ സംസാരിക്കത്തില്ലല്ലോ. അവൻ അനങ്ങൂല, ബാബുല അനക്കൂല. എന്തേലും പറഞ്ഞാ പോലും തിരിഞ്ഞു പോലും നോക്കുക. എന്നൊക്കെ പറഞ്ഞ റൊസാരിയോ റോഡ്രിഗസ്. നമ്മള് ഫുൾ പാക്കേജാ. നമുക്കൊരു ആപത്ത് വരുമ്പത്തേക്ക് ബോഡിയെങ്കിലും വീട്ടിലെത്തിക്കാൻ. അത് പറ അണ്ണാ, നമുക്ക് വല്ലതും പറ്റിയാലേ ബോഡിയെങ്കിലും വീട്ടിലെത്തിക്കണം. അന്നങ്ങോട്ട് കാര്യം പറട്ടെ, വാസനങ്ങോട്ടൊരു കാര്യം പറട്ടെ, അന്നങ്ങോട്ടൊരു കാര്യം പറട്ടെ. ആ സംഭവം സൂര്യബോസ് പറയുവാണേ,
അലീനയ്ക്ക് 2 ദിവസം കൊണ്ട് ഭയങ്കര വയറുവേദനയാണ്. വയറുവേദനയും ഭയങ്കര ക്രേവിങ്സ്, മാങ്ങ കഴിക്കാനൊക്കെ തോന്നുന്നൊക്കെ. നിന്നെ ചതിച്ചല്ലേ അപ്പൊ അലീന. എന്നാ മാങ്ങ കഴിക്കാൻ തോന്നണ 10 വാട്ടി മാമിക്ക് എടുത്ത അമ്മ. നിന്നെ ചതിച്ചല്ലേ അപ്പൊ അലീന. ഇല്ലടാ, ഞാൻ പറഞ്ഞതാണ് അത് പറഞ്ഞത്. അല്ല എന്തായാലും നിന്റെ അല്ലല്ലോ അളിയാ, നിനക്ക് അതിനുള്ള കഴിവില്ലല്ലോ. അല്ല എനിക്കിത് കഴിവുള്ള സൂര്യബോസ് ഇരിക്കണേ അണ്ണനുണ്ടാ കൊച്ചി? ഇവൻ ദത്തെടുത്തല്ലടാ നീ ദത്തെടുത്ത് ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് ദത്തെടുത്തോണ്ടോ? അല്ല 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 നീ ദത്തെടുത്തോണ്ടോന്നല്ലടാ നീ. അല്ല 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 ഇത് എന്റെ പിന്നെ ഈ ചെറുക്കൻ എങ്ങനെ തമിഴ് പറയുന്നേ ഇപ്പം? പറ. തമിഴ് ഞാൻ പഠിപ്പിച്ചു ഞാൻ പഠിപ്പിച്ചു. മലപ്പോളം സംസാരിക്കുന്നതാണ് മലയാളം. അടിച്ചു നിന്നെ തിരിച്ചു കളയും. ഇതൊന്നും അല്ല മലയാളം. നീ എന്താ പറയണേ? അവൻ മനസ്സിലാക്കാൻ 1/2 മണിക്കൂർ എടുക്കും. ജനിച്ചപ്പോ തൊട്ട് എന്റെ മോനെ വെർസറ്റൈൽ ബേബി ആയിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം. സോ അതുകൊണ്ട് ഞാൻ പലതരം ലാംഗ്വേജ് മറാഠി സംസാരിക്കും. മോനെ മറാഠി സംസാരിക്കാം. ആ ലൗഡ എന്നൊക്കെ ആണ്. മറാഠിയാണ് മറാഠി 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 പറഞ്ഞ കന്നഡ കന്നഡ പറഞ്ഞ മോനെ കന്നഡ 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 ഏകത്ത് മോനെ. ഇത് അറബി. അസറിയ രസപടി കളി അതല്ലേ അത്? ഇത് തമിഴ് പാട്ട്. അല്ല 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 തമിഴ് തമിഴ് പാട്ട്. ഇതെല്ലാം സാമ്യതയുള്ള ഭാഷകളല്ലേ അണ്ണാ? ഇവിടെ അത് ഇവിടെ അത് ഇവിടെ. ഡേ എനിക്കെല്ലാം പറ്റിയ എന്റെ ശവം വീട്ടിലെത്തിക്കണം കേട്ടല്ലോ. ആ എനിക്കെല്ലാം ആയ എന്റെ ശവം ഒന്ന് വീട്ടിലെത്തിക്കണം ഒന്ന്. എവിടാ എവിടാ എടാ നീ എന്നെ പരിപാടിയാണ് കാണിച്ചേ? നീ എവിടാ? ഞാൻ ഇങ്ങോട്ട് എന്റെ വേറൊരു ഫ്രണ്ടിനെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നു. പറയണ്ടേ എന്നെ വിളിക്കണ്ടേ ഒന്ന്? ഓടെ അവിടുന്ന് എനിക്ക് സത്യമായിട്ട് പേടിയായിട്ടാ. കൊള്ളാലോ, ഇതൊക്കെ ചെറിയ പരിപാടിയല്ലേ? നീ എന്തോടെ ഞാനാ എന്നെ കൊണ്ടിട്ടിരിക്കുന്നത്? ഇപ്പൊ എവിടെ ഉണ്ട്? പേടിക്കല്ലേ? ഫ്രണ്ടിലുണ്ട്. ഇതൊക്കെ ചെറിയ പ്രശ്നം, ഇങ്ങനെ പേടിക്കല്ലേ? ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നു. എന്നാ നീ മുതുക്ക് വര, നീ തിരിച്ചു വരുമ്പോ ഞാൻ വിളിക്കും. പോയാ പോയാ അവൻ. എന്നെ ഇടിച്ചമാര് പോയാ പോയാമാര്. എന്താ എന്താ പറഞ്ഞേ? എടാ ഇപ്പൊ എന്താ ഉണ്ടായേ? മെസ്സി 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 അർജന്റീന അർജന്റീന അർജന്റീന. ഇന്ന് കളിയുണ്ടോ? ഇന്ന് കളികളുണ്ടോ? ഞാൻ ബ്രസീൽ ഫാനാണ്. എനിക്കറിയാൻ പറ്റില്ല. ആരോടുന്ന്? നീ എന്താ പറഞ്ഞോണ്ടിരുന്നേ? അണ്ണാ ഇത് സംഭവം ഗ്യാസിന്റെ ആണ്. ഇപ്പൊ സൂര്യക്ക് ടെൻഷൻ, ഒരേ ടെൻഷൻ. அது என்ன ஆயிடுச்சுன்னு பாருங்க. ஃபர்ஸ்ட் வந்து அப்பா பம்பு போகணும். பம்பு போகும்போது அம்மா வந்து 10 டைம்ஸ் வாமிட் எடுத்து, ஒரு டைம் இல்ல 10 டைம்ஸ் வாமிட் எடுத்து, அப்புறம் ஆ சமயத்துல വോമിറ്റ് എടുത്താ താഴെ വോമിറ്റ് വാരി എടുത്താ? அல்ல இல்ல இல்ல அது போல அதுக்கப்புறம் அம்மா கொஞ்சம் தூரம் கார் ஓட்டும் போது சோதிச்சது, எனக்கு ஃபுட் കഴിக்க மசால் தோசை வேணும். அதுக்கப்புறம் எனக்கு டயர்டா இருக்கு. மாங்காய் வேணும், பச்சை மாங்காய் வேணும்.
അതെല്ലാം ചോദിച്ചു. വയറിളകുമ്പോ പഠിക്കും ഇതെല്ലാം ഇവിടെ കൊണ്ട്. ഇതെല്ലാം തൂറ്റല് പിടിപ്പിക്കുമ്പോ മാറും കേട്ടോ. ഈ കണ്ടാലും സാധനങ്ങളൊക്കെ വാരി അവസാനം കുടിക്കുക ഇതൊക്കെ സോഡ. അണ്ണാ ആ, എന്തൊരു സോറി, എന്താടാ? ഐ എം വെരി സോറി. അയ്യോ എന്നോട് എന്തിനാ സോറി പറയുന്നത്? നിന്റെ വൈഫല്ലേ? അല്ലാണ്ട് ഒരു പ്രത്യേക അവസ്ഥയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായി. എന്ത് എന്തുണ്ടായി? ഇനിയിപ്പോ ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല അണ്ണാ. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പൊന്ന് ചന്ദ്ര, അലീനക്ക് വയറ്റിളക്കോ തൂറ്റലോ എന്താണ്? നീ കൊണ്ട് ആശുപത്രി കാണിക്കളിയാ? ഒരു ഡൗട്ടും ഇല്ല. നീ കടന്ന് ചിന്തിക്കല്ലേ നീ അധികം. ഫുഡ് പോയിസൺ എന്തോ അടിച്ച് തൂറ്റല് പിടിച്ചതാണ്. എത്രയും പെട്ടെന്ന് വൈറസ് എന്താണത്? അണ്ണാ സൂര്യ നീ പറഞ്ഞ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കല്യാണം നടത്തി തന്നെ. അച്ഛന്റെ സാധനം അപ്പൊ പറയാ കല്യാണം നടത്താനേ നിന്റെ ഓപ്പണേജ് കളഞ്ഞു പോയ തന്തയില്ലേ? നീ നാട്ടിലെല്ലാവരുടെ കക്ഷത്തിലെ രോമം പറിച്ചിട്ട് നീ പോയിട്ട് നിന്റെ തന്ത കറക്റ്റ് തന്ത ഇനി കണ്ടുപിടിക്കണം. എന്നിട്ട് പുള്ളിയോട് നടത്തി തരാൻ പറയണം. ഒരു ദിവസം വേഷം കെട്ടി മുണ്ടും എടുത്ത് കോണാനും ഇട്ട് മറ്റേ ഇതും മറ്റും ഞാൻ ജോക്കിയൊക്കെ വന്നതാണ് ആ വീട്ടിൽ കല്യാണം നടത്താൻ. എന്നിട്ട് എന്നെ അതുപോലെ ഞങ്ങൾ നാണം കെട്ടറാ അവിടെ. വിഷമമുണ്ട് എനിക്ക്. ഞങ്ങൾ വിഷമം കെട്ട് നാണം കെട്ട് വന്നവരാ ഞങ്ങൾ. ഇനി നിനക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും പോവാം. ഇനി ആ വീട്ടിലോട് കല്യാണം നടത്താൻ. ജോക്കി അറിഞ്ഞോണ്ടല്ലോ വെട്ടി നുറുക്കും നിന്നെ. അണ്ണാ ഇങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഒറിജിനൽ മോനെ വളർത്തണമെന്നുണ്ടോ? കുറെ നാൾ വല്ലവന്റെ മോനെ വളർത്തി മടുത്ത്. കൊച്ചു മനസ്സല്ലേ അവന്റെ. സോമ്പലടാ നീ അത്. അല്ല സൂര്യ ഉദ്ദേശിച്ചല്ല, സൂര്യ എന്റെ മോല്ലേ. അല്ല ഞാൻ ഉദ്ദേശിച്ച സൂര്യ നമ്മുടെ അപ്പുക്കുട്ടല്ലേ, അപ്പുക്കുട്ട മറ്റേ അപ്പു ഇല്ലേ, അപ്പുവൻ, അവന്റെ ഉദ്ദേശിച്ചത്. എന്നാ ഞാൻ കുറച്ച് പിള്ളേർ എത്രത്തെ വളർത്തുന്ന അവസാനം അവരെ കാര്യം പറഞ്ഞത്. അവരൊക്കെ അനാഥരാ ശരിക്കും. നമുക്കൊരു ഓഫനേജ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. ഓഫനേജ് ഇങ്ങനെയാണ് വാർഡൻ. പിള്ളേര് മാത്രമേ ഉള്ളൂ. ഇവനാണ് സാറ്, പിള്ളേരെ പഠിപ്പിക്കുന്ന സാറ്. വാറ്റ് പോകും. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെടാ. ഇനി ചന്ദ്ര നിന്റെ കല്യാണം കളവാണെന്ന് പറഞ്ഞ് ഞങ്ങടുത്ത് വരാൻ പറ്റും. ഞാൻ വരത്തില്ല. ഞാൻ ആ 7 അയലത്ത് വരത്തില്ലെന്ന് പറഞ്ഞാൽ വരത്തില്ല. അങ്ങനെ പറഞ്ഞ അങ്ങനെ ശരിയാവണം. അതങ്ങനെ പറഞ്ഞാ നീ ഉണ്ടാകണം കല്യാണത്തിന്. താലുമാലെന്നൊക്കെ പറഞ്ഞ് തട്ടവും പിടിച്ച് ഞാൻ അവിടെ നിന്നതാ പൊട്ടനെ പോലെ. ഞങ്ങള് കല്യാണത്തിന് കണ്ടപ്പോ അവൾ ആറ്റിച്ചാടുമെന്ന് അവൾ ആറ്റിച്ചാടുമെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തി നിൽക്കണം. അണ്ണനെ ഫുള്ള് ജവാനെട്, അണ്ണനെ ഫുള്ള് ജവാൻ കൂടെ അണ്ണാ ഒരാടി. എനിക്ക് കള്ളുടിക്കേണ്ട ആവശ്യമില്ല. ഒരു വാറിനൊക്കെ പോണല്ലോ നമ്മള്. അണ്ണാ ഒരു വാറിനൊക്കെ പോണല്ലേ അണ്ണാ. എടാ എന്റെ ബർത്ത്ഡേ പരിപാടികൾക്ക് കുറച്ചധികം കുടിച്ചായിരുന്നു. അതുകൊണ്ട് ലിവർ സേവ് ചെയ്യാൻ വേണ്ടിട്ട് ഞാനിപ്പോ കുടി നിർത്തിയിരിച്ചിരിക്കും. ഒരാഴ്ച. അണ്ണാ നല്ലതാ. അണ്ണ ഉടനെ മരിച്ചു. ലിവർ വളരുവണ്ണ, അതറിയില്ലേ? ലിവർ വളരും. അണ്ണ ഒരു വർഷം കുടിക്കണ്ട. ബ്രെയിൻ വളരില്ല. അത് എക്സാമ്പിൾ അണ്ണാ തന്നെ അണ്ണ ഈ അധികം അധികം മദ്യപിക്കുന്നവരെ ഇടക്കിടക്ക് ലിവർ വെട്ടി വരണം ഓപ്പറേഷൻ ചെയ്ത് കാര്യമായിട്ട്. എന്നാ നല്ലത് വളരത്തുള്ളൂ. ഗോകുലത് എത്ര എക്സസൈസ് ഉണ്ടെന്ന് അറിയോ? എടാ ലിവർ എന്നാ പറഞ്ഞേ ഗോകു. ലിവർ ചെവിക്കകത്ത് എന്തായിരിക്കണം അതിന്റെ അണ്ടിപ്പരിപ്പരിക്കണം ചെവിക്കകത്ത്. മാങ്ങ ചോദിച്ചെന്ന് സൂര്യനോട്. പച്ചമാങ്ങ ചോദിച്ചെന്ന്. പോസിബിൾ അണ്ണാ ഞാൻ എടാ എവനുണ്ടല്ലോ എന്റെ ജീവിതത്തിൽ വലിഞ്ഞേറി വന്ന് എന്റെ ജീവൻ നശിപ്പിച്ച ഒരു മാരണമാണ് അത് ബാക്കി നിൽക്കുന്നത്. പാവം ഇവിടെ കൊണ്ടാക്കി അവൻ അളിയ. അവൻ അവിടെ റൂം എടുത്തിട്ട് മാമന്മാരൊക്കെ കൂടി അവനെ റേപ്പ് മറ്റേ ഇത് മൊളാസ്റ്റ് ചെയ്യാൻ നോക്കിയെന്നളിയാ. എവിടെ റൂം എടുത്തിട്ട്? വാസുവിന്റെ വീട്ടിൽ നിന്ന് അവൻ പോയില്ലേ 2 ദിവസം. അവൻ മറ്റേ മരട്ടിൽ നിന്ന് റൂം എടുത്ത് മൊളാസ്റ്റ് ചെയ്യാൻ നോക്കി. മൊളാസ്റ്റപ്പെട്ട് എന്നൊക്കെ പറയുന്നളിയാ. പറഞ്ഞിട്ട് പോയത് മരടില് റൂം എടുത്ത് മൊളാസ്റ്റ് എന്നൊക്കെ പറയുന്നത്. നീ കത്തിപ്പോയി. അവനെ ആര് മോളല്ല എനിക്കറിയത്തില്ല പറയാളിയാ. അലീന ഇത് വളർത്തുന്നപ്പോ നീ എന്ത് ചിരിക്കുക? ഒരു സന്തോഷം.
എന്തോ കോമഡി മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, അത് പറയണം. അല്ലല്ല എന്തോ ഒരു തമാശ മനസ്സിലുണ്ട്, അത് പറയണം. അതിന് നമ്മള് നാണൊക്കെ കാണൂല. അവനൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടാ. നമ്മളൊന്ന് ചോദിച്ചാ അവന് പറ്റത്തില്ല. അലീനുണ്ടോ ഇവിടെ ചന്ദ്ര? ഇല്ലാണോ, തെറ്റിയില്ല. വയ്യാത്തല്ലേ അണ്ണാ, ആശുപത്രിയിലൊക്കെ പോയിട്ട് ക്ഷീണിച്ച് വിട്ടി കിടന്നു. ഗ്യാസല്ലേ, ORS കുടിച്ചാ അമ്മ തൂങ്ങി. അതെ ഈ വയറിളക്കം വന്ന അങ്ങനെയാണല്ലേ, വെളിയിൽ വരുവേ. അന്നേരം ഈ വെള്ളം കുടിച്ച് റെസ്റ്റ് എടുത്തില്ലേ ഭയങ്കര പ്രശ്നമാണ്. இல்ல இல்ல பெரியப்பா நாளைக்கு ஹாஸ்பிடல்ல வெயிட் വാസണ്ണ അത് പറഞ്ഞിട്ടേ, വാസുവിനാണല്ലേ വാസണ്ണ എനിക്ക് പുതിയ ബോയ് ഫ്രണ്ട് ആയെന്ന് പറഞ്ഞിട്ട് കേട്ടാ. അതിപ്പോ എന്താ, ബ്രേക്കപ്പ് ആയി, അവള് പുതിയ റിലേഷൻഷിപ്പ് ആയി, മൂവ് ഓൺ ആയി. ഒരു കൊച്ചിനെ ദത്തം എടുത്ത് ആൾക്കാര് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് എന്തെങ്ങനെ പറയണേ, കൂട്ടയിലല്ല അങ്ങനെയല്ല ഇവിടെ പറയാൻ പറ്റത്തില്ല. ആൾക്കാർ നീ പറയണ എന്താ? ഞാൻ ആൾക്കാര് അല്ല പൊതു സദസ്സിൽ പറയാൻ പറ്റത്തില്ല അത്. അന്നാ ഞാൻ മാറിയേക്കാം. ഗോകുന്നേ അതൊരു സിറ്റിയിലെ ഒരു ഇത് വെച്ചിട്ടെ, ഗോകുവാ സിറ്റിയിലെ ഒരു കരക്കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാ അണ്ണന് കഴിവില്ലാത്തോണ്ടാണ് അവള് ബ്രേക്കപ്പ് അടിച്ച് പോയിട്ട് ഇപ്പൊ ഒരു കൊച്ചിനെ ദത്തെടുത്ത് വിട്ട് വളർത്തണം എന്നാണ്. ഈ കൊച്ചിനെ ദത്തെടുത്തതിന് ശേഷം അങ്ങനെ സംസാരം വന്നു തുടങ്ങിയേ. ആണല്ലേ? ഇപ്പൊ എനിക്കിപ്പോ ഒരു കുഞ്ഞാൻ പോവാണ് അത്. അപ്പൊ സൂര്യബോസ് ഇല്ല അങ്ങനെയല്ല, ഇതിപ്പോ ഞങ്ങൾ ബ്രേക്കപ്പ് ആയില്ലല്ലോ. അല്ല, നീ ഇപ്പൊ പറയുന്നത് നിന്റെ കൊച്ചാണെന്നാ പറയണേ. അപ്പൊ നിനക്ക് സൂര്യബോസിനെ നീ ദത്തെടുത്ത സമയത്ത് നിനക്ക് ഈ ആവതില്ലാത്തോണ്ടാണോ നീ? ഇല്ല ദത്തെടുത്തല്ല സൂര്യബോസ് അല്ല അണ്ണ ഞാൻ അങ്ങനെയല്ല, ഞാനും അതിന് ബ്രേക്കപ്പ് ആയില്ലല്ലോ. പക്ഷേ അതാ അങ്ങനെയാണ് ഇതിപ്പോ അങ്ങനത്തെ സംസാരം. അപ്പൊ നമുക്ക് ഇങ്ങനെ ആ കൊച്ചിനെ തറക്കണം, ആ ചിന്നിക്കുട്ടിയെ. ഞാൻ അതാണ് ട്രൈ ചെയ്തോണ്ടിരിക്കണേ. ഇപ്പൊ ആ കൊച്ചിനെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് കൊച്ച് വല്ല പൊട്ടക്കടത്തിലോ. നമ്മള് അനാഥാലയത്തിൽ വളർന്നവരല്ലടാ നമ്മള്. ഒരു തുണയില്ലാത്തതിന്റെ വിഷമം നമുക്ക് നല്ലതായിട്ട് അറിയുന്നതല്ലേ. ആ തുണയില്ലാത്തതിന്റെ നാക്ക് ഇതോട്ട് പലാറ്റ വരെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ. നിന്റെ ഈ തന്തയില്ലാത്ത എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാമോ? അവനെ അവന്റെ നാക്ക് തമിഴ്നാട് വരെ നീളമുണ്ട് അവന്റെ. അണ്ണാ അത് ആ കുരുത്തം കെട്ടനെ വെച്ച് നോക്കുമ്പോ എന്റെ മോനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്കക്കുടം. അവള് കയ്യും കരവശം കാണിച്ച് എന്റെ മോനെ അങ്ങ് വളച്ച്. സൂര്യബോസിന്റെ ഗേൾഫ്രണ്ട് ആണ് ഇപ്പൊ അവള്. വളർന്നിരിക്കുന്നോണ്ട് പറയണേ, ഇവര് പറയുന്ന റിലേഷൻഷിപ്പ് കേസ് എന്ന് പറഞ്ഞാൽ 5 വയസ്സുള്ള 2 പിള്ളേരുടെ കപ്പിളിന്റെ കാര്യമാണ് പറയണേ. നീ ഇങ്ങനെ ബീച്ചെ വളർത്തി കാർലയെ മിക്സ് ബ്രീഡ് ആക്കി നടന്നോ? അല്ല അവസാനം ഞാൻ പറയുന്നത് എനിക്കിത് കണ്ടിരിക്കാൻ പറ്റൂല. അത് എന്റെ മോൻ ഒരു കൊച്ചായിട്ട് ഇങ്ങനെ സല്ലപിച്ച് നടക്കാൻ എനിക്ക് കണ്ടിക്കാൻ പറ്റൂല. പിന്നെ ആ പെണ്ണിന്റെ ഭയങ്കര നാക്കമാണ്. നമ്മൾക്ക് ഇതിനൊക്കെ മുളയിലേ നുള്ളണം. ഡേഞ്ചർ ഇതൊക്കെ ഡേഞ്ചർ ആയിട്ട് വരും നമുക്ക്. ആണോ? എന്നാ നിന്റെ മോനും അല്ലിനേക്കും ആ കൊച്ചിനോട് വിഷം കളിക്കൂടും. അല്ല അല്ലിനെ കൊണ്ട് പറ്റില്ലല്ലോ. അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലേ ഇതൊക്കെ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, അഥവാ ഇനി നിന്റെ ഒരു വിശ്വാസം അനുസരിച്ച് അലീനയുടെ വയറ്റിലുള്ളത് നിന്റെ കൊച്ചാണെന്നുണ്ടെങ്കിൽ എന്ത് വർത്തനാണ് ഇത്? അല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞ നിന്റെ കൊച്ചാണെങ്കിൽ എടാ ഈ പ്രസവം, പേരെടുപ്പ്, ഈ സ്കാനിങ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ചെലവടക്കം എല്ലാം ഉണ്ട്. അപ്പം കുഞ്ഞ് വരുന്ന ആ ഒരു 10 മാസം TV ഒന്ന് ഇറങ്ങണം. ചെലവിന്റെ കാര്യം കൊണ്ടല്ല, എനിക്ക് നമ്മൾ ആ സ്ഥാനത്ത് കോഹ്ലിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഏൽപ്പിക്കണം. എന്നാലേ എന്റെ സ്ഥാനം വഹിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആരാണ് ഉള്ളത്? ഒന്ന് പറഞ്ഞാണ്, ജസ്റ്റ് ഒരു പേര് പറഞ്ഞാണ്. ഈ ബാറ്റുവിന്റെ പേരെന്ന് പറഞ്ഞല്ലേ? അതാണ് അവസാനം. അണ്ണാ ഇപ്പോഴും പലട്ടെ ഇപ്പൊ മാപ്പ് ഇടാണ്ട് പോകാറുള്ളത് എവനെ കോഹ്ലി ലീഡർ ആക്കാനോ? അതെങ്ങനെയാണോ അച്ഛനായി അതേപോലെ കോഹ്ലിഡറായി. ഒരു കഴിവില്ലാത്തവൻ. ഒരു എഫേർട്ടും ഇല്ല. നിങ്ങളെ കത്തിയോ? ഹലോ ഇല്ല. ഞാൻ മാത്രം സ്റ്റേബിളായിട്ട് നിൽക്കണം. ഒരു അനക്കമില്ല, മനസ്സിലായി. ഇപ്പോഴും 5 റെഫേഴ്സ്. അണ്ണൻ മരിച്ചാ? ഒരു അനക്കവും ഇല്ല.
കത്തി എല്ലാരും കത്തി ആ, ഇവിടെ എന്താണ് ഒരു എല്ലാരും അനക്കവും കത്തുന്നത്? നമ്മളെയൊക്കെ ചെറിയ പീസി ആയിട്ട് പോലും മാത്രമേ കത്തി ചേട്ടാ നീക പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്ടാ നീക ഇത് പൈസ കൊടുത്ത് ചന്ദ്ര നീ അളിയ അല്ലെ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് നീ എന്തിനാ അവിടെ വന്ന് നിന്നത്? വാസോടെ മാത്രം കത്തി കേട്ടോ ഡയലോഗ് അടിച്ചിട്ട് 1590 ആണെന്നൊക്കെ പറഞ്ഞേ ഈഗിരി കത്തിയേ ആളാദ്യം കത്തിപ്പോയി ഇത് കൊള്ളാത്ത എന്താടി? നീ കുനിഞ്ഞിട്ട് ഇവിടെ പൊള്ളിക്ക നീ ഇന്റർലോക്കിലോട്ട് കുരിഞ്ഞിരുന്നാണ് ചന്ദ്ര അതെ അമ്പത്തൂർ പയ്യനെ വെക്കുന്നു. അതിപ്പോ ചന്ദ്രന് ബോധയുടെ അല്ല എന്തിനാ സീരിയസ് കത്തി ഇതൊക്കെ നമ്മളെ വലിയ സ്പെക്കിന്റെ ആൾക്കാരാ മാറിക്ക് ഇവിടുന്ന് മാറിക്ക് ശിച്ചു നടത്ത് മാറിക്ക് ഇതിൽ എങ്ങനെ പോകുന്നു കുടുംബവും കുട്ടികളും കുട്ടികളൊക്കെ അങ്ങനെ പോണ്ടോ പുതിയൊരു മെമ്പറൊക്കെ വരാൻ പോണെന്ന് പറഞ്ഞേ തട്ടി വിട്ട് പോണേ ഇതൊക്കെ ആരത് ഇതൊക്കെ ആരതാണ് അവിടെ എടുത്ത് നിക്കുന്നത് ഇതൊക്കെ ഇത് എവിടുന്നാണ് ഇതിന്റെ ഉത്പാദനം എവിടുന്നാണ് വളർത്താൻ നമുക്ക് എല്ലാരെയും മാമ മാമാന്നാണ് വിളിക്കണം മനസ്സിലായി പെമ്പിളരെയൊക്കെ സിറ്റ് കൊണ്ടിരിക്കുമ്പോ അടുത്തൊന്ന് മാമാന്ന് വിളിക്കുമ്പോഴേ പോയി അവൾമാരെ എറിയ എന്നെ കവറി കെട്ടി സത്യല്ലേ ഈ പിള്ളേർ വന്നതിന് ശേഷം നമുക്കൊരു സമാധാനം ഇല്ലാണ്ടായിപ്പോയി മാമന്മാരായിരുന്നു ചന്ദ്ര അതൊക്കെ സിറ്റുവേഷൻ നിന്റെ ടെസ എന്താ പറയണത് ചന്ദ്ര കഴിഞ്ഞ ചാപ്റ്റർ പാസ്റ്റ് ഈസ് പാസ്റ്റ് ഞാൻ താരയായിട്ട് ഇപ്പൊ ഡേറ്റിംഗിലാണ് അറിയില്ല ആരായിട്ട് താര താറ താരല്ല താര ബി സി മോഹൻ